എന്റെ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആനിന്റെ ആയത്തെങ്ങാനും പഠിപ്പിച്ചാൽ മൻ അല്ലമ വലദഹു ആയത്തൻ മിനൽ ഖുർആൻ, ഖുർആനിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്തെങ്ങാനും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു പോയാൽ ഖൈറൻ ലഹു മിൻ ഇബാദത്തി അൽഫ സനാ, 1000 വർഷം അല്ലാഹുവിന് വേണ്ടി നീ നിസ്കരിച്ചതിനേക്കാൾ, രാപ്പകലില്ലാതെ നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലം തരുമെന്നേ. ഒരിക്കലും കള്ളം പറയാത്ത, തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത മദീനയുടെ രാജാവ്, എന്റെയും നിങ്ങളുടെയും നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മതിമറന്നുകൊണ്ട് പണമുണ്ടാക്കാൻ പരക്കം പായുന്നവരെ നിസ്കാരവും നോമ്പും ഓതലുമെല്ലാം പള്ളിയിലുള്ള മുയിലിയാക്കന്മാർക്കും തങ്ങന്മാർക്കുമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ നമുക്ക് കുടുംബം പോറ്റുന്ന പണിയാണ്. അതുകൊണ്ട് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, നോമ്പ് പിടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾ അർഹരില്ല, ഞങ്ങൾക്ക് കുടുംബം പോറ്റുന്ന പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, കച്ചവടം നടത്തുന്നവനും വാഹനം ഓടിക്കുന്നവനും തിരക്കുള്ളവനും തിരക്കില്ലാത്തവനും ഡോക്ടറും രോഗിയും പ്രതിയും വക്കീലും ജഡ്ജിയുമെല്ലാം അല്ലാഹുവിന്റെ വിധിവിലക്കുന്ന മുന്നിൽ ഒരേപോലെ പാദപാത്രമാകണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആ മഹത്തരമായ ജീവിതത്തിന്റെ ഓരോ ഈരടികളും പാടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്റെ ബഹുമാനമുള്ള ഉമ്മമാരെ, അങ്ങനെയുള്ള മഹാന്മാരെ മറന്നുപോയപ്പോ പരിശുദ്ധമായ ഖുർആനിന്റെ ഷോക്കേഴ്സിനകത്ത് ഒരു കാഴ്ച വസ്തുവായി മാറിയപ്പോ അല്ലാഹു നിനക്ക് ഒരുപാട് മാരകമായ രോഗം തന്നില്ലേ, ഒരുപാട് പരീക്ഷണങ്ങൾ തന്നില്ലേ, നിന്റെ കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് തന്നില്ലേ, ഒരുപാട് വ്യസനങ്ങൾ തന്നില്ലേ, ഒരുപാട് പരാധീനതകൾ തന്നില്ലേ, ഒരുപാട് പരിദേവനങ്ങൾ തന്നില്ലേ, എന്തെല്ലാം